അസ്സലാമു അലൈക്കും. അർദ്ധവാർഷിക പരീക്ഷയിലേക്കുള്ള 5ാം ക്ലാസ്സിൻ്റെ അഹ്ലാഖ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. മറ്റ് വിഷയങ്ങളുടെ വീഡിയോകളും ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാനാണ്. വലതുഭാഗത്ത് 6 എണ്ണമുണ്ട്, ഇടതുഭാഗത്ത് 6 എണ്ണമുണ്ട്. വലതുഭാഗത്തിനോട് യോജിച്ച ഇടതുഭാഗത്തിലെ വാക്കുകളാണ് നടുവിലേക്ക് എഴുതാണ് വേണ്ടത്. ഒന്നാമത്തത് സൽസ്വഭാവം, ഇതിൽ നിന്ന് യോജിച്ചത് ഹുൽഖുൽ ഹസൻ എന്നതാണ്. രണ്ടാമത്തത് കൽബിനെ ശുദ്ധീകരിക്കലാണ്, അതിനോട് യോജിച്ചത് തസ്കിയത്തുൽ ഖുലൂബാണ്. കൽബിനെ ശുദ്ധീകരിക്കുന്നതിനാണ് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. 3 ക്ഷമയുടെ ഉത്തമ മാതൃകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം ആണ് ക്ഷമയുടെ ഉത്തമ മാതൃക. 4 വ്യഭിചാരം, അതിനോട് യോജിച്ചത് അസ്സിന. 5ാമത്തത് മോഷണമാണ്, അതിനോട് യോജിച്ചത് ഹറാമാണ്, മോഷണം ഹറാമാണ്. 6 ലജ്ജ, അതിനോട് യോജിച്ചത് അൽ ഹയാ എന്നതാണ് ലജ്ജയോട് യോജിച്ച ഇതിലെ പദം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചേരുംപടി ചേർക്കാനല്ല, യോജിച്ചവ ചേർക്കാനാണ്. അതായത് വരക്കുകയല്ല വേണ്ടത്. വലതിനോട് യോജിച്ച ഇടത്തിലെ പദം നടുവിലേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാനാണ്. ഇവിടെ 4 വാക്യങ്ങൾ പകുതിയായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് പൂർത്തിയാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് പരലോകത്ത് ആദ്യം വിധി പറയുന്ന കുറ്റം ഏതാണ് എന്നാണ് അവിടെ എഴുതേണ്ടത്. കൊലപാതകമാണ് പരലോകത്ത് ആദ്യം വിധി പറയുന്ന കുറ്റം. രണ്ടാമത്തത് നിഷ്കളങ്കരായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ. അവിടെ ബാക്കിയുള്ളത് എന്താണെന്ന് പൂരിപ്പിച്ച് കൊടുക്കുക. അവിടെ പൂർത്തിയാക്കി വരുമ്പോൾ മനുഷ്യരെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വരിക. അപ്പോൾ പൂർണ്ണമായി പറയുമ്പോൾ നിഷ്കളങ്കരായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യരെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇത് അഹ്ലാഖിലെ 2ാം പാഠത്തിൻ്റെ അവസാനമുള്ള ഒരു ആയത്തിൻ്റെ അർത്ഥമാണ് ഇത്. 3ാമത്തത് മോഷ്ടാവിൻ്റെ കൈ മുറിക്കണം എന്നാണ്. അവിടെ ബാക്കി വിട്ടുപോയത് എന്താണെന്ന് വെച്ച് എഴുതുകയാണ് വേണ്ടത്. അവിടെ വിട്ടുപോയത് ഇസ്ലാമിക നിയമം എന്നതാണ്. അത് പൂർത്തിയാക്കി വായിക്കുമ്പോൾ മോഷ്ടാവിൻ്റെ കൈ മുറിക്കണം എന്നാണ് ഇസ്ലാമിക നിയമം. ഇത് 4ാം പാഠത്തിലെ ഒരു സെൻറ്റൻസ് ആണ്. 4ാമത്തത് അവസാനത്തേത് അല്ലാഹുമ്മ ഹസൻത ഹൽക്കി ഡാഷ്. അവിടെ വിട്ടുപോയ ഭാഗം എഴുതുകയാണ് വേണ്ടത്. അവിടെ വിട്ടുപോയത് ഫഹ്സിൻ ഹുലുക്കി എന്നാണ്. അത് പൂർണ്ണമായി വായിക്കുമ്പോൾ അല്ലാഹുമ്മ ഹസൻത ഹൽക്കി ഫഹ്സിൻ ഹുലുക്കി എന്നാണ്. ഇത് 1ാം പാഠത്തിലുള്ള ഒരു ഹദീസാണ്. ഈ പ്രവർത്തനവും പരീക്ഷയ്ക്ക് വരുന്നതാണ്. എല്ലാ പാഠവും നന്നായി വായിച്ചാൽ ഈ പ്രവർത്തനം എളുപ്പത്തിൽ ചെയ്യാനാവും. ഈ പ്രവർത്തനത്തിൽ കൂടുതലും പാഠത്തിലെ ഒരു സെൻറ്റൻസിൻ്റെ പകുതി തന്നിട്ട് ബാക്കി പൂർത്തിയാക്കാനാണ് കൂടുതലും വരാറുള്ളത്. പിന്നെ ഹദീസുകളും ഒക്കെ വരാറുണ്ട്. അടുത്ത പ്രവർത്തനം 2 എണ്ണം വീതം എഴുതാനാണ്. 3 ചോദ്യം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ 2 ഉദാഹരണങ്ങൾ എഴുതാനാണ്. ഒന്നാമത്തത് നാവിൻ്റെ ദോഷങ്ങൾ, അതിൽ നിന്ന് 2 എണ്ണം എഴുതുകയാണ് വേണ്ടത്. 6 എണ്ണം പാഠത്തിൽ പറയുന്നുണ്ട്, അതിലേതെങ്കിലും 2 എണ്ണം എഴുതാനാണ്. അടുത്തത് വലിയ പാപങ്ങൾ, അതും പാഠത്തിൽ 3 എണ്ണം പറയുന്നുണ്ട്, അതിലേതെങ്കിലും 2 എണ്ണം എഴുതാനാണ്. അസരിക്ക, അൽ ഖത്ൽ, അസിന എന്ന് പറഞ്ഞ് 3 എണ്ണം പറയുന്നുണ്ട്, അതിലേതെങ്കിലും 2 എണ്ണം എഴുതുകയാണ് വേണ്ടത്.
മൂന്നാമത്തത് സൽസ്വഭാവത്തിൽ പെട്ട കാര്യങ്ങൾ. അതും പാഠത്തിൽ 11 എണ്ണം പറയുന്നുണ്ട്. അതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം കൽബിൻ്റെ രോഗങ്ങളും ഒക്കെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അതുപോലെ നാവിൻ്റെ ദോഷങ്ങളും ഒക്കെ പഠിക്കുക. സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ, വലിയ പാപങ്ങളും ഒക്കെ ഈ ഒരു ചോദ്യത്തിൽ വരാവുന്നതാണ്. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാനാണ്. ഇവിടെ കുറച്ച് ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ചോദ്യമേ ഇപ്പോൾ കാണുന്നുള്ളൂ. മറ്റു ചോദ്യങ്ങൾ മറുഭാഗത്താണ്. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് എന്താണ്? ഇത് നമുക്ക് നാവിൻ്റെ പാഠത്തിൽ കാണാൻ കഴിയും. ഉത്തരം നാവാണ്. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് നാവാണ്. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? ഉത്തരം, അയാളിൽ നിന്ന് ലജ്ജയെ ഊരിയെടുത്ത് കളയും. മൂന്നാമത്തെ ചോദ്യം, കൊന്നവനും കൊലപ്പെട്ടവനും നരകത്തിൽ ആകുന്നത് എങ്ങനെയാണ്? നമുക്ക് പാഠത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ കാണാം. ഒരു കഥ പറയുന്നത് കാണാം. അതിൽ ആ കഥ വെച്ച് നോക്കുമ്പോൾ തൻ്റെ സഹോദരൻ വധിക്കാൻ ആഗ്രഹിച്ചനായിരുന്നു ആ കൊലപ്പെട്ടവനും. കൊലയാളിക്ക് ഇഹലോകത്തെ ഇസ്ലാമിക ശിക്ഷ കൊല തന്നെയാണ്. നാലാമത്തെ ചോദ്യം, അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകും ആർക്ക്? ഉത്തരം, ക്ഷമിക്കുന്നവർക്ക്. 5-ാം പാഠത്തിലാണ് ഇതുള്ളത്. ക്ഷമിക്കുന്നവർക്കാണ് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നത്. 5-ാമത്തെ ചോദ്യം, വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ശരിയായ ഉത്തരം, അക്ഷമ കാണിക്കാതെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലണം എന്നതാണ്. അഖ്ലാഖിലെ 5-ാം പാഠത്തിൽ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കാണാം. അടുത്തത് 5-ാമത്തെ പ്രവർത്തനമാണ്. പൂർത്തിയാക്കാം. 2 ഹദീസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തത്, ലാ യസിനി സാനി ഹീന യസിനി ഡാഷ്. അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. അവിടെ വിട്ടുപോയ ഭാഗം വഹുവ മുഅ്മിനുൻ എന്നതാണ്. അത് പൂർണ്ണമായി വായിക്കുമ്പോൾ ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ. രണ്ടാമത്തത്, അസ്സബ്റു നിസ്ഫു ഡാഷ്. അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. അവിടെ വിട്ടുപോയത് അൽ ഈമാൻ എന്നതാണ്. പൂർണ്ണമായി വായിക്കുമ്പോൾ അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാനാണ്. ഇവിടെ 3 എണ്ണം തന്നിട്ടുണ്ട്. അത് വ്യക്തമാക്കാനാണ്. ലജ്ജ, കൊലയാളിയുടെ ഇഹലോക ശിക്ഷ, ഇഹ്ലാസ് എന്നീ 3 എണ്ണം തന്നിട്ടുണ്ട്. അത് വ്യക്തമാക്കാനാണ്. ഒന്നാമത്തത് ലജ്ജ. അതിൻ്റെ ഉത്തരം, വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. രണ്ടാമത്തത്, കൊലയാളിയുടെ ഇഹലോക ശിക്ഷ. ഉത്തരം, കൊല തന്നെയാണ്. കൊലയാളിയുടെ ഇഹലോക ശിക്ഷ കൊല തന്നെയാണ്. മൂന്നാമത്തത്, ഇഹ്ലാസ് എന്നത് വ്യക്തമാക്കാനാണ്. ഉത്തരം, അമലുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ്. അവസാന പ്രവർത്തനം അർത്ഥം എഴുതാനാണ്. ഇവിടെ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എഴുതുകയാണ് വേണ്ടത്. ലാ ഈമാൻ ലിമൻ ലാ ഹയാ ലഹു. ഇതിൻ്റെ അർത്ഥം എഴുതാനാണ്. ലജ്ജയില്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അഖ്ലാഖിൽ ഒരുപാട് ഹദീസുകളും ആയത്തുകളുമുണ്ട്. അതിൻ്റെ ഒക്കെ അർത്ഥം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ച് വെക്കുക. ഇതോടുകൂടി 5-ാം ക്ലാസ്സിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയിലെ അഖ്ലാഖ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ അവസാനിച്ചു. മറ്റു വിഷയങ്ങളെ വീഡിയോയും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താരീഖിൻ്റെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. മറ്റു വിഷയങ്ങളുടെ വീഡിയോ ഉടൻ തന്നെ ചാനലിൽ വരുന്നതുമായിരിക്കും. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.